ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ 1 ആഗമന കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ക്രിസ്മസ് കഴിഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ച, ഈ മാസം 28 ഞായറാഴ്ച, തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ ഒരു പ്രത്യേക വിചിന്തനവുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. അതിന് ഞാനൊരു തീമായിട്ട് എടുത്തിരിക്കുന്നത് ഉണ്ണിക്കൊരുമ്മ അമ്മയ്ക്കുമുമ്മ എന്ന് പറഞ്ഞാൽ തിരുക്കുടുംബവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോവുക. നിങ്ങൾ തന്നെ ഒന്ന് നോർമലായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഉമ്മ കൊടുക്കുന്നതും കിട്ടുന്നതും ഉണ്ണിയും അമ്മയും എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞു കൊച്ചുണ്ടെങ്കിൽ ആ കൊച്ചിന് അമ്മ കൂടെ ഉമ്മ കൊടുക്കും, ആ കൊച്ച് അമ്മയ്ക്ക് ഉമ്മ കൊടുക്കും, ചോദിച്ചു വാങ്ങിക്കും. ഇതെല്ലാം സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സഹോദരൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മയിൽ നിന്ന് ഉമ്മ കിട്ടും, പക്ഷേ അപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പോലും ഉമ്മ തന്നതായിട്ട് ഓർക്കുന്നില്ല. ആകപ്പാടെ അപ്പൻ ചെയ്യുന്നൊരു കാര്യം, അമ്മയുടെ കയ്യിൽ കൊച്ചിരിക്കുമ്പം അടുത്ത് ചെന്നിട്ട് കിക്കടൂ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒരു ആക്ഷൻ കാണിച്ചിട്ട് പോകും. കൊച്ചിനെ ഒന്നും എടുക്കത്തുമില്ല, കാരണം പുള്ളിയുടെ ജുബ്ബായിലെങ്ങാനും കൊച്ചു മൂത്രം ഒഴിച്ചെങ്കിലോ എന്നുള്ള ആ ഒരു പേടിയും, അങ്ങനെയുള്ള ഒരു പദവിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. വേണ്ട, ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഉമ്മ കൊടുക്കുന്നതും കിട്ടുന്നതുമൊക്കെ അമ്മയ്ക്കും ഉണ്ണിക്കുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തീം ഈ ഒരു മാസം ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോ ദിവസവും ഓരോ തീം നമ്മൾ ധ്യാനിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് എങ്ങനെയാണ് ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മ എനിക്ക് കൊടുക്കാൻ പറ്റുക, അതെൻ്റെ ജീവിതം ആ ഒരു തീമിൻ്റെ വെളിച്ചത്തിൽ നേരെയാക്കാൻ, ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ തിരുത്താൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതിലൂടെയാണ് ഉണ്ണീശോയ്ക്ക് നമ്മളൊരു ഉമ്മ കൊടുക്കുന്നത് എന്ന ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ വിചിന്തനവുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് ആഗമന കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. എന്താണ് ഈ ആഗമന കാലത്തിൻ്റെ സന്ദേശം? ഞാനിപ്പോൾ USA 2-3 ആഴ്ചത്തെ ഒരു പ്രോഗ്രാമിന് വന്നതാണ്. ഇവിടെ ആഗമന കാലം എന്ന് പറഞ്ഞാൽ ഡിസംബർ 1 തുടങ്ങി ആഘോഷം. ഇതിന് ന്യൂ ഇയർ, പുതിയ വർഷം വരെ ഈ ആഘോഷം തുടരും. കേരളത്തിലാണെങ്കിൽ നമ്മൾ ചെറിയ നോയമ്പൊക്കെ ആയിട്ട് നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ശക്തിപ്പെടുത്തുന്ന ഒരു കാലം. എവിടെയാണെങ്കിലും ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്, നമ്മുടെ ജീവിതം ഫിക്സ് ചെയ്യാനുള്ള ഒരു സമയമായിട്ട് ഈ ആഗമന കാലത്ത് നമുക്ക് കാണാം. അപ്പോൾ ആഘോഷവും ആത്മീയതയും ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് ഒരുപോലെ നമുക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു ദൈവിക ജ്ഞാനം കിട്ടും എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കാം. ഇതേക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഒരു വചനഭാഗം എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. 1 തീമോത്തി 4-7 മുതൽ. കാതലായ സന്ദേശം എന്താണെന്നറിയോ? ഫിക്സ് യുവർ ലൈഫ്. നിന്റെ ജീവിതം നീ നേരെയാക്കുക. പലരും പ്രാർത്ഥിക്കുന്നത്, ധ്യാനിക്കാൻ പോകുന്നതൊക്കെ ജീവിത സാഹചര്യം നേരെയാക്കാൻ വേണ്ടിയാണ്. അതല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിക്സ് യുവർ ലൈഫ്, ജീവിതം നേരെയാക്കുക. ആഗമനകാലത്ത് ഈ ഒരു പരിശ്രമം നമ്മൾ നടത്തുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പഠിക്കാൻ ഏറ്റവും നല്ലത് മത്തായി 15-1 വായിച്ച് ധ്യാനിച്ചാൽ മതി. ഓരോ പാരഗ്രാഫിലും അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം കാണാൻ സാധിക്കും. ജീവിതം നേരെയാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഒന്നാമത്തെ കാര്യം ഹൃദയം നേരെയാക്കുക. 1-ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ കാണുന്നതാണ്. 2-ാമത്തെ കാര്യം മനസ്സ് നേരെയാക്കുക. 3-ാമത്തെ കാര്യം വിശ്വാസം ശരിപ്പെടുത്തുക, ദൃഢപ്പെടുത്തുക. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഈ 3 കാര്യങ്ങളിലേക്ക് അല്പം കൂടി പ്രകാശം വീശാൻ നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ എടുക്കാം. 1-ാമത്തെ കാര്യം ഹൃദയം നേരെയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനും ഏതിനും പ്രധാനപ്പെട്ടതാണ് ഹൃദയം. നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്ന ഹൃദയം, വചനം കേൾക്കാനും അതുപോലെ തന്നെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും ക്ഷമിക്കാനും എല്ലാത്തിനും നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്ന ഒരു ഹൃദയം. നമുക്ക് അതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എങ്ങനെയുള്ള ഹൃദയമാണ് നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്ന ഹൃദയം? 1, പഠിപ്പുള്ള ഹൃദയം. സുഭാഷിതങ്ങൾ 23-15. അങ്ങനെ ഒരു ഹൃദയം കണ്ടാൽ കർത്താവിൻ്റെ ഹൃദയം ആനന്ദം കൊള്ളും. 2-ാമത്തേത് വെടിപ്പുള്ള ഹൃദയം. വിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ അനുഭവമാകണമെങ്കിൽ വെടിപ്പുള്ള ഹൃദയം വേണം. ഹെബ്രായ ലേഖനം 10-22 വായിച്ചാൽ അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം വായിച്ചാൽ 3-ാമത്തേത് തുടിപ്പുള്ള ഹൃദയം. നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുടിക്കണം. ജെറമ്യാ 31-20 കർത്താവിൻ്റെ ഹൃദയം ദൈവജനത്തിന് വേണ്ടി തുടിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയവും തുടിക്കണ്ടേ?
രണ്ടാമത്തെ ഏരിയയാണ് മനസ്സ് നേരെയാക്കണം. ഫിക്സ് യുവർ മൈൻഡ്. മത്തായി 15:10 മുതൽ 20 വരെയും അതുപോലെ തന്നെ മർക്കോസ് 7:14 മുതൽ വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ, അതുപോലെ മനോഭാവം, ഇതെല്ലാം നേരെയാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് നന്മ നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുന്നത് കാണാൻ പറ്റും. മനസ്സ് നേരെ ചൊവ്വേ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ദുഷ്ചിന്ത, കൊലപാതകം, പരസംഗം, മോഷണം, വ്യഭിചാരം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിക്കുന്നത് എന്നുള്ളത് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മൂന്നാമത്തെ കാര്യമാണ് വിശ്വാസം നേരെയാക്കുക. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ സുവിശേഷത്തിൽ നിന്ന് വേണമെങ്കിൽ ഒരു വചനം എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഫിക്സ് യുവർ ഫെയ്ത്ത്. വിശ്വാസം നേരെയാക്കുക. കർത്താവ് അതിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു. മത്തായി 21, 22 എടുത്താൽ നിനക്ക് സംശയിക്കാത്ത ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, സംശയം കലരാത്ത വിശ്വാസം ഉണ്ടെങ്കിൽ അത്ഭുതം ചെയ്യാൻ പറ്റും. മർക്കോസ് 9:23 വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. ലൂക്കായുടെ സുവിശേഷം 7:9 വായിച്ചാൽ നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 11:40 വായിച്ചാൽ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. എല്ലാ സുവിശേഷങ്ങളും ഒരുപോലെ എടുത്തു കാണിക്കുന്നതാണ്. വിശ്വാസം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഇത് കഴിഞ്ഞ് വരുന്നതാണ് മത്തായി 15-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 39 വരെയുള്ള ആ വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം നമുക്കായി ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ബോധ്യത്തോടു കൂടി ചില അടിസ്ഥാന തിന്മകൾ പിഴുതെറിഞ്ഞ് നമ്മുടെ ജീവിതം നേരെയാക്കാനും അടിസ്ഥാന പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നട്ടുവളർത്താനും, അങ്ങനെയാണ് ഫിക്സിങ് അവർ ലൈഫ് അത് സാധ്യമാവുക. അതിലൂടെ വലിയ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.